ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ. വെറും മോർണിംഗ് റൂട്ടീനല്ല, പീരീഡ് ഡേയിലുള്ളൊരു മോർണിംഗ് റൂട്ടീനാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേക്കാണ്. എങ്ങനെ തിരിഞ്ഞ് കിടന്നാലും എഴുന്നേക്കുന്നതല്ല കേട്ടോ, എഴുന്നേറ്റ് പോണതാണ് എനിക്ക് വയറുവേദന എടുത്തിട്ട്. എനിക്കിങ്ങനെ പീരീഡ്സ് ടൈമിൽ ഭയങ്കര ക്രാംസ് ഉള്ള കൈൻഡ് ഓഫ് ഒരു പേഴ്സണാണ് കേട്ടോ. ചിലവർക്ക് ഒട്ടും വയറുവേദന ഉണ്ടാവില്ല, പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ വയറുവേദന മാത്രമല്ല, നടുവേദന, കാലുവേദന, തലവേദന, പുറം വേദന ഇല്ലാത്ത ഒരു വേദനയില്ല. മൊത്തത്തിൽ ഇങ്ങനെ സ്ക്വീസ് ചെയ്തെടുക്കണ പോലെയാണ് എനിക്ക് പീരീഡ്സ് ടൈമിൽ ഉണ്ടാവുന്നത്. അപ്പോൾ മാത്രമല്ല നല്ല ചൂടുമാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ചൂടും കൂടി എടുത്തിട്ട് മൊത്തത്തിൽ എഴുന്നേക്കാണ്. എന്നിട്ട് നേരെ ഞാൻ പോയിട്ട് ചായ കുടിക്കാറില്ല, ചായയ്ക്ക് പകരം മോർണിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. ആ കൂട്ടത്തിൽ ഞാൻ മണിക്കുട്ടിക്ക് വേണ്ടിയിട്ട്, മണിക്കുട്ടി എൻ്റെ ഡോഗാണ്, അപ്പോൾ മണിക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് എടുക്കുകയാണ്. സാധാരണ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ചിക്കനും അങ്ങനെയുള്ളതാണ് കൊടുക്കുക, പക്ഷെ ഇന്ന് എനിക്കതൊന്നും ഉണ്ടാക്കാനുള്ള ആവതില്ലാത്തതുകൊണ്ട് ഞാൻ പ്രോസസ്ഡ് ഫുഡാണ് കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ മേലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കണം, അതല്ലെങ്കിൽ അതിങ്ങനെ കട്ടി പോലെയല്ലേ ഇരിക്കുക, അപ്പോഴേക്കും അത് അവൾക്ക് ചൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം കൂടി ഒഴിച്ച് സോഫ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുക. പിന്നെ ഞാൻ തിളച്ചുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള വെള്ളത്തിലോട്ട് ഉലുവയാണ് കേട്ടോ ഇടുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഉലുവയും അതുപോലെ തന്നെ മഞ്ഞളില്ലേ, അത് രണ്ടും കൂടിയിട്ടിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് കുടിക്കുക. ഇത് നല്ലോണം നിങ്ങൾക്ക് ക്രാംസ് ഉണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ഭയങ്കര കടച്ചിലെടുത്തിട്ടുള്ള പോലെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പിടിഞ്ഞെടുക്കുന്ന പോലത്തെ ഒരു വേദന ഇല്ല, അതുണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണിത്. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പീരീഡ്സ് ഡേയിൽ വേണ്ടതാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഹീറ്റിംഗ് പാഡാണ്. ഇത് നമുക്കിങ്ങനെ ഇലക്ട്രിക്കലി കുത്തിയിട്ട് ഹീറ്റ് ചെയ്യാം. മറ്റേതൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കണം, അത് ചൂടാറിപ്പോവും, പിന്നെയും തിളപ്പിക്കണം, ഒഴിക്കണം, അങ്ങനെയൊക്കെ ഇല്ലേ. ഇതാകുമ്പോഴേക്ക് കുറേ നേരം ചൂട് നിൽക്കുകയും ചെയ്യും, ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ചൂടാക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു കളറിലാണ് കേട്ടോ ആ ഡ്രിങ്ക് വരണത്. ഇതിങ്ങനെ ചൂടോടെ തന്നെ ഇങ്ങനെ പയ്യനെ സിപ്പ് ചെയ്ത് വേണം ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ രുചി ഇഷ്ടമാണെങ്കിലൊക്കെ, എനിക്കിതിൻ്റെ രുചി തീരെ ഇഷ്ടമില്ല കേട്ടോ. ഒരു എനിക്കിത് മുഖത്തിടാൻ ഇഷ്ടമാണ്, തലയിലിടാനും ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് കുടിക്കാനായിട്ട് ഇഷ്ടമില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ചൂടും കൂടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരത്തേക്ക് നമുക്ക് പിന്നെ ഭയങ്കര റിലാക്സ്ഡ് ആണ്. പിന്നെ നമുക്കിങ്ങനെ പീരീഡ്സ് ഡേയിൽ ഇങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് തോന്നില്ലല്ലോ, പക്ഷേ നിങ്ങൾ നമ്മളെ തന്നെ പുഷ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യിക്കണം കേട്ടോ. കാരണം നമുക്കിങ്ങനെ ബോഡി മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ ക്രാംസൊക്കെ ഒന്ന് കുറയും. റെസ്റ്റ് എടുക്കണം എന്ന് വെച്ചാൽ ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഇങ്ങനെ ചെറുതായിട്ടെങ്കിലും നമ്മൾ നോർമലി ചെയ്യാറുള്ള നമ്മളുടെ റൂട്ടീൻസ് ഫോളോ ചെയ്യുക. അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ആകെ ചടഞ്ഞു കൂടി കിടക്കുകയാണെങ്കിൽ നമുക്ക് വയറുവേദന കൂടണ പോലെ തോന്നും. അറ്റ്ലീസ്റ്റ് എനിക്കെങ്കിലും അങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. പിന്നെ നല്ലൊരു ചൂടുവെള്ളത്തിൽ മേലൊന്ന് കഴുകുക. നിങ്ങൾക്ക് തല കഴുകാൻ മടിയാണെങ്കിൽ, ഞാൻ തല അങ്ങനെ കഴുകാറില്ല, അപ്പോൾ മേൽ കഴുകുക. അപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം തോന്നും കേട്ടോ വയറുവേദനയ്ക്കൊക്കെ. പിന്നെ നിങ്ങളുടെ നോർമലായിട്ടുള്ള മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാം. അപ്പോൾ എനിക്ക് ഈ റീസെൻ്റ്ലി ഇങ്ങനെ ഫേസിലിങ്ങനെ ചെറിയ പിമ്പിൾസും അതുപോലെ ഡ്രൈനെസ്സും അതുപോലെ റെഡ്നെസ് ഒക്കെ ഉണ്ട്. ഇത് ചിലപ്പോൾ ഉണ്ടല്ലോ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ വരാം. ഇത് UV എക്സ്പോഷർ കൊണ്ടിട്ടും ഒത്തിരി നമ്മൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്താൽ, ഒത്തിരി ഫേസ് വാഷ് ചെയ്താലൊക്കെ വരാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കോംബോ ആണ് കേട്ടോ ഈ ഒരു ലോറിയൽ പാരിസിൻ്റെ ഹൈലറോണിക് ആസിഡ് ബാരിയർ ബൂസ്റ്റിംഗ് ഡുവോ. ഇവരുടെ ഈ ഒരു സിറം വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഇൻസൈഡ് നിന്നിട്ട് ഒരു റിപ്പയർ ചെയ്ത് റീപ്ലംപ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു 1 അവറിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് നല്ലോണം ഫീൽ ചെയ്യും. നിങ്ങൾ മുഖം കഴുകിയിട്ടുണ്ടെങ്കിൽ വരെ ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു പ്ലംബായിട്ടുള്ള ഫീലും ഉണ്ടാവും. ഇത് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റും കൂടിയിട്ടാട്ടോ, അപ്പോൾ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ കയ്യിലെടുത്തിട്ട് ഫേസിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്കിങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്ന് തോന്നില്ല, ഒരു വെള്ളം പോലത്തെ ഒരു കൺസിസ്റ്റൻസി ആണ് ഇതിനുള്ളത്. ഇനി ഞാൻ ഇട്ടിരിക്കുന്ന ക്രീമിനെ ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലോറിയൽ പാരിസിൻ്റെ ന്യൂ ഹൈലറോണിക് ആസിഡ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് സെറാമൈഡ് ആണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിനെ ലിപ്പിഡ്സ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിൻ ബാരിയർ ഒന്ന് സ്ട്രെങ്തൻ ആക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്, ഒരു ക്രീം ജെൽ കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസിയാണ്. ഇത് നമുക്ക് ഫേസിലിട്ട് നല്ലോണം ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നത് ഇതെൻ്റെ ഒരു 3ാമത്തെ ബോട്ടിലെങ്കിലും ആയിരിക്കും. ഇതിന് മുൻപ് ഞാൻ ഇതിൻ്റെ 2 ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് സ്കിന്നിൽ ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണിത്. നല്ലൊരു മോയ്സ്ചർ സ്കിന്നിൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ പ്രോഡക്റ്റ്. എന്നിട്ട് ഇത് വെച്ചിട്ട് ഞാൻ ഒരു കുട്ടി മസാജ് കൊടുക്കും കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ മോയ്സ്ചറൈസർ ഇട്ട സമയത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡബിൾ ചിൻ ഒന്ന് ചെറുതായിട്ട് കുറയും. പക്ഷേ നിങ്ങൾ ഇങ്ങനെ മസാജ് ചെയ്യണം നിർത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഡെയിലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്കിന്നൊന്നിങ്ങനെ ഒരു ടൈറ്റൻഡ് ഫീൽ
കിട്ടാനൊക്കെ ആയിട്ട് നല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെറുതായിട്ടൊന്ന് സ്കിന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് മോയ്സ്ചർ ഇങ്ങനെ കയറും നമ്മുടെ സ്കിന്നിലേക്ക്. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ്ലി റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ, ഇട്ടതും ഇടാത്തതും. നല്ലൊരു ഗ്ലോയിങ് ലുക്ക് നമുക്ക് ഫേസിൽ കിട്ടാനായിട്ട്, ഒരു ഹൈഡ്രേറ്റഡ് ലുക്ക് കിട്ടാനായിട്ടും നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാനിന്ന് സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയൊന്നും ഉണ്ടാക്കാനുള്ള ഒരാവത് എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാണ്. ഞാൻ പിന്നെ ഇരുമ്പിൻ്റെ ചട്ടി മേടിച്ചു കേട്ടോ. ഭയങ്കര വെയിറ്റാണ് കേട്ടോ അതിന്. പക്ഷേ ഞാൻ കുറേ തവണ എണ്ണയ്ക്ക് ഇട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടാണ് ഞാനിത് ചുടണത്. ഇത് ചുടുമ്പോൾ എനിക്ക് പെട്ടെന്ന് കുക്കാവണ പോലെ തോന്നി, കുറച്ച് കട്ടിയായിട്ടുള്ള പോലെ തോന്നിയിട്ടോ എന്താണെന്ന് അറിയാൻ വയ്യ, കുറച്ച് കട്ടിയുള്ള പോലെ തോന്നി. ഇപ്പോൾ ദോശയൊക്കെ ചുട്ടാലും ദോശയ്ക്കൊക്കെ നല്ല കട്ടി വരും ഇതിൻ്റെ അകത്തിട്ട് ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്ക് 2 ആൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാട്ടോ ടോസ്റ്റ് ചെയ്യുമ്പോഴേക്കും, പക്ഷേ നല്ല മൊരിഞ്ഞ് വന്നിട്ട് ടോസ്റ്റ്. പിന്നെ അതിൽ തന്നെ ഞാൻ മുട്ടയും കൂടിയിട്ട് പൊട്ടിച്ച് ബുൾസൈ ആക്കാണ്. അപ്പോൾ എനിക്ക് 2 ബുൾസയും എന്നെക്കുട്ടിക്ക് 1 ബുൾസയും. എനിക്ക് മുട്ട ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ബുൾസൈ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും പെപ്പറൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങനെ ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ ചീനച്ചട്ടിയിൽ മുട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ പക്ഷേ ഞാൻ വിചാരിച്ച അടിക്ക് പിടിക്കുമായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ചിക്കി ബുൾസൈ ആക്കാതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ അടിക്ക് പിടിച്ചില്ല, നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ വന്നു. അതെനിക്ക് അത്ഭുതമായി, എങ്ങനെ ഇത്ര ഇതായിട്ട് വന്നു എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു എണ്ണ അങ്ങനെ എല്ലാ ദിവസവും ഇട്ടുകൊണ്ട് എണ്ണ നല്ലോണം പിടിച്ചിട്ടായിരിക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേക്കാട്ടിലും മുൻപ് പിന്നെ ഞാൻ ചെറിയതായിട്ടുള്ളൊരു എക്സർസൈസ് ചെയ്യും കേട്ടോ. സാധാരണ ഞാൻ ജിമ്മിലാണ് പോകാറ്, പക്ഷേ ഇതിപ്പോൾ പീരീഡ്സ് ആയതുകൊണ്ട് ജിമ്മിൽ പോകാറില്ല. അപ്പോൾ അതിന് പകരം ഈ ഒരൊറ്റ എക്സർസൈസ് ഞാൻ ചെയ്യാറുള്ളൂ, വലിയതായിട്ട് ചെയ്യില്ല. പിന്നെ കഴുത്തിൻ്റെ ചെയ്യും കേട്ടോ, ഡബിൾ ചിന്നിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ കുറച്ച് നേരം ഞാൻ കാണിക്കാൻ വേണ്ടി കാണിച്ചാൽ, അല്ലാതെ ഞാൻ കുറച്ചധികം നേരം ഇങ്ങനെ ബട്ടർഫ്ലൈ ചെയ്യുക. അത് ചെയ്യുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് പീരീഡ്സിൻ്റെ ഫ്ലോ കറക്റ്റ് ആവും. അതുപോലെ ഇറഗുലർ പീരീഡ്സൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ മണിക്കുട്ടിയുടെ സമ്മർ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ അവളെ ഞാൻ വെട്ടി സെറ്റാക്കി സമ്മറിന് വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഡേറ്റ്സ് ഒക്കെ ഈ ടൈമിൽ കഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഒന്നും കഴിക്കാൻ തോന്നില്ല എന്നുള്ളതാണ്. എനിക്ക് എന്ത് കഴിച്ചാലും ഇങ്ങനെ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി വരും, എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ നല്ലതാണ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ബ്ലഡൊക്കെ കൂടാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. പക്ഷേ എനിക്ക് തീരെ തോന്നുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഫുൾ അങ്ങനത്തെ വൊമിറ്റിംഗ് ടെൻഡൻസി വരും. ഫുഡ് ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റാറില്ല. അല്ലെങ്കിൽ എന്ത് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഡൈജഷൻ ഒന്നും പ്രോപ്പർ ആവില്ല പീരീഡ്സ് ടൈമിൽ. എനിക്ക് കിട്ടും, അത് ഓരോരുത്തർക്ക് വ്യത്യാസമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡേറ്റ്സ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. എള്ള് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. പൈനാപ്പിൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ വാട്ടർ മെലണും പൈനാപ്പിളൊക്കെ കഴിച്ചായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് എനിക്ക് ഇന്ന് സ്റ്റുഡിയോ പോകണമായിരുന്നു. ഞാൻ ഉച്ചയാകുമ്പോഴേക്ക് തിരിച്ച് വരണം എന്ന് ഓർത്തിട്ടാണ് പോണത്, എനിക്ക് വയ്യാത്തതുകൊണ്ട്. അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള എനിക്ക് ക്ലോത്തിങ്ങിൻ്റെ കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് മാത്രം ഞാൻ പുഷ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.